ഇന്ന് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും അതിർത്തിയിൽ പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. രാത്രിയിലും പുലർച്ചെയുമായി ജമ്മു അതിർത്തിയിലെ ജനവാസ മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണം തുടരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. മാത്രമല്ല, പാകിസ്ഥാൻ നിയന്ത്രണ രേഖ ലംഘിച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് മുതിരുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇതേപോലെ നിയന്ത്രണ രേഖ ലംഘിച്ചെത്തിയ നിരവധി ഡ്രോണുകളാണ് ഇന്ത്യ വെടിവെച്ചിട്ടത്. കൃത്യമായി തന്നെ പാകിസ്ഥാന് മറുപടി നൽകുന്നുണ്ട് ഓരോ നിമിഷവും ഇന്ത്യ. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ ആർമിയുടെ വാർത്താ സമ്മേളനം നടക്കും. കാരണം ഇനി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടുത്ത ഘട്ടം എന്താണ്, ഇനിയുള്ള സൈനിക നടപടികൾ എന്താണ് എന്ന് വിശദീകരിക്കണം. അതിനാണ് ഇന്ത്യൻ ആർമിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകും. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ തീർത്തും പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പാകിസ്ഥാൻ തുടരുന്നത്. രാത്രി എന്നില്ല, പുലർച്ചെ എന്നില്ല, ഓരോ സമയത്തും ജമ്മുവിലെ അതിർത്തി കടന്നുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് ഡ്രോൺ ആക്രമണം തുടരുകയാണ്. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും തുടരുന്നുണ്ട്. എന്നാലും ഇതിനൊക്കെ തന്നെ ഓരോ സമയവും ഇന്ത്യ കൃത്യമായി തിരിച്ചടിക്കുന്നുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് ഇന്ത്യൻ ആർമിയുടെ ഈ വാർത്താ സമ്മേളനത്തിൽ അവരെന്താണ് പറയുന്നത്, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടുത്ത ഘട്ടം എന്താണ് എന്ന് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് അബ്ദുൾ റഷീദ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ്? ഇപ്പോഴും പ്രകോപനപരമായ രീതിയിൽ തന്നെ പാകിസ്ഥാൻ ആക്രമണം തുടരുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, തീർച്ചയായും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഡ്രോൺ ആക്രമണത്തിൻ്റെ ഒരു തുടർച്ച എന്ന വട്ടം ഇപ്പോഴും, അതായത് ഈ പുലർച്ചെ സമയത്ത് പോലും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും ഈ മേഖലകളിൽ നിലനിൽക്കുന്നുണ്ടെന്നതാണ് ഏറെ നിർണായകമായി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം വിവിധ മേഖലകളിൽ ശക്തമായിട്ടുള്ള വെടിവെപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും നേരത്തെ തന്നെ വെടിവെപ്പുണ്ടായിട്ടുള്ള ഉറി, പൂഞ്ച്, കുപ്വാര തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഇപ്പോൾ വെടിവെപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള വെടിവെപ്പാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് വെക്കാനാകുന്നത്. അതേസമയം ആർമിയുടെ അതായത് സൈനിക ഉദ്യോഗസ്ഥരുടെ വാർത്താ സമ്മേളനം ഉടൻ ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിന് തന്നെയായിരിക്കണം സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ വൈകുന്നേരങ്ങളിലാണ് ഇത്തരത്തിൽ സേനാ വിഭാഗങ്ങളും അതോടൊപ്പം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചേർന്നിട്ടുള്ള വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഏറെ നിർണായകമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവരങ്ങൾ കൈമാറുന്നതിന് ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കും. നിലവിൽ വിവിധ മേഖലകളിൽ, അതായത് പാകിസ്ഥാൻ്റെ വിവിധ മേഖലകളിൽ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ്റെ 3 ഇടങ്ങളിലായി ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട്. നൂർഖാൻ, റാഫിക്കി, മുറീദ് എയർബേസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത് എന്ന ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ ആയിരിക്കും രാജ്യത്തോട് വിളിച്ചു പറയാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കും. അതേസമയം ഡ്രോൺ ആക്രമണങ്ങൾ വിവിധ മേഖലകളിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 26 മേഖലയിലാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് എന്ന് കരസേനാ മേധാവി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇന്ന് മാത്രം 36 ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നടക്കമുള്ള പ്രദേശവാസികൾ വ്യക്തം. കോട്ടിൽ മാത്രം 20-ലധികം മേഖലകളിൽ ഈ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ മാത്രം 15-ൽ കൂടുതൽ മേഖലകളിലേക്ക് ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ 5ഓളം സംസ്ഥാനങ്ങളിലേക്കാണ് ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിട്ടുള്ള ഡ്രോൺ ആക്രമണം ഇന്ന് പുലർച്ചെ വരെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ രൂക്ഷമായിട്ടുള്ളൊരു ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ ഡ്രോൺ ആക്രമണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളോ അല്ലെങ്കിൽ അപകടമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ചിട്ടുള്ള ഈ ഡ്രോൺ ആക്രമണം കൃത്യമായി ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. അതോടൊപ്പം സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു. ഇതിൽ ഈ സ്ഫോടനം ഉണ്ടാവുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ അക്രമാസക്തമാകുന്ന രീതിയിലേക്കുള്ള ഒരു തിരിച്ചടി
തിരിച്ചടിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. അതേസമയം ഈ അതിർത്തി മേഖലകളിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള വെടിവെപ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും അഗ്നൂർ, ഉറി, പൂഞ്ച് മേഖലകളിലാണ് ഇപ്പോൾ വെടിവെപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിൽ അതായത് നേരത്തെ തന്നെ ഷെല്ലാക്രമണം അടക്കമുണ്ടായിട്ടുള്ള ഉറിയിലും പൂഞ്ചിലും ഇപ്പോഴും ഷെല്ലാക്രമണം ഉണ്ടാകുന്നു എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതീവ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഷെല്ലാക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് കോൺക്രീറ്റ് പാളികൾ പോലും തകർത്ത് കളയാൻ കഴിയുന്ന അത്രയും ശേഷിയുള്ള പ്രഹരമുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അതിർത്തി മേഖലകളിൽ ഷെല്ലാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെയും അതോടൊപ്പം ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഏറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കണം ഈ വാർത്താ സമ്മേളനത്തിൽ പുറത്തു വരിക. അതായത് ഇന്ത്യ തിരിച്ചടിച്ചതുമായി ബന്ധപ്പെട്ട സുപ്രധാനപ്പെട്ട വിവരങ്ങളും അതോടൊപ്പം മറ്റു അപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വ്യക്തമാക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം ആരംഭിക്കും. സാധാരണഗതിയിൽ ഈ ഒരു സമയത്ത് അതായത് രാവിലെ തന്നെ ഇത്തരത്തിലുള്ളൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാത്തതാണ്. അത്തരത്തിൽ ഒരു നിർണായക ഘട്ടത്തിൽ തന്നെയാണ് ഒരു വാർത്താ സമ്മേളനം ഇപ്പോൾ സേനാ മേധാവികൾ വിളിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിൽ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തന്നെ ആയിരിക്കണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അതായത് എല്ലാ അതിർത്തി മേഖലകളിലും ഇപ്പോഴും വെടിവെപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും പൂഞ്ച്, ഉറി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇപ്പോൾ ഷെല്ലാക്രമണം ഉണ്ടാകുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെയും വരികയാണ്. നിലവിൽ ഇപ്പോൾ 50-ലധികം ഡ്രോണുകൾ നിർവീര്യമാക്കിയിട്ടുണ്ട്. പഞ്ചാബിലും അതോടൊപ്പം പത്താൻകോട്ടിലും അടക്കം വിവിധ മേഖലകളിൽ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലെ അമൃത്സറിലെ 20 മേഖലകളിൽ ഡ്രോണുകൾ എത്തിയതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം ഗുജറാത്തിൻ്റെ 10 ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ ഡ്രോണുകൾ എത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസത്തേക്കാൾ രൂക്ഷമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് രണ്ടാമത്തെ തവണയും ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇന്ത്യൻ സേന നടത്തുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായുള്ള റഡാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള നിരീക്ഷണം ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ അത് ജാഗ്രതാ നിർദ്ദേശമായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നാവികസേനയടക്കമുള്ള ആളുകൾ റഡാർ സംവിധാനത്തിലൂടെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ള എല്ലാ ഡ്രോണുകളെയും നിർവീര്യമാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് ആവുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ചില മേഖലകളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന ചില മേഖലകളിലൊക്കെ തന്നെയും സാരമായിട്ടുള്ള പരിക്കുകൾ പറ്റിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതായത് ജമ്മു കാശ്മീരിൻ്റെ ചില മേഖലകളിൽ സ്ഫോടനം ഉണ്ടായിരുന്നു. അതായത് ബാരാമുള്ളയിലെ ചില നഗരപ്രദേശങ്ങളിൽ സ്ഫോടനം ഉണ്ടായിരുന്നു. അതോടൊപ്പം ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപം സ്ഫോടനം ഉണ്ടായിരുന്നു. ഈ സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും അതോടൊപ്പം നിരവധി കാറുകൾക്ക് തീപിടിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം മിർസാപൂരിൽ അതായത് പഞ്ചാബിലെ മിർസാപൂരിൽ ഒരു കുടുംബത്തിലെ 2 പേർക്കും അതോടൊപ്പം മറ്റൊരാൾക്കും അപകടം പറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ഈ മേഖല അതായത് അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും സൈന്യവും ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള സൈന്യവും ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം ഉടൻ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീനിധി. അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഒരു 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഈ ഒരു വാർത്താ സമ്മേളനമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഇനി ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അടുത്ത ഘട്ടം എന്താണ്, ഇനിയുള്ള സൈനിക നടപടികൾ ഏത് രീതിക്കാണ് എന്നതാണ് ഇനി കാണാനുള്ള ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. മാത്രമല്ല അതിർത്തി കേന്ദ്രീകരിച്ച് സുരക്ഷ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെയാണ് ഇപ്പോഴും ഇന്ത്യൻ സൈന്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, നിയന്ത്രണ രേഖ ഭേദിച്ചുകൊണ്ടാണ് ഇപ്പോഴും പാകിസ്ഥാൻ ആക്രമണം തുടരുന്നത്. തീർത്തും പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലോകരാഷ്ട്രങ്ങളും ഒരുപോലെ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് ഈ ഒരു പാകിസ്ഥാന്റെ ആക്രമണത്തെ.
ആക്രമണത്തെക്കുറിച്ച്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് തന്നെ നിരവധി ലോകരാഷ്ട്രങ്ങൾ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്ക ഉൾപ്പെടെ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ച് രംഗത്തെത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും വീണ്ടും യാതൊരു അയവുമില്ലാതെ തന്നെ ആക്രമണം പാകിസ്ഥാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ആർമിയുടെ ഈ വാർത്താ സമ്മേളനം ഇനി വളരെ നിർണായകമാണ്. അബ്ദുൾ റഷീദ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സമയം, ഈ ഒരു 6 മണി എന്നൊരു ഈ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ ഒരു പുലർച്ചെ കാലത്ത് ഇന്ത്യൻ ആർമി ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ അതിനൊരു കൃത്യമായ കാരണമുണ്ടാകും. ഇന്ത്യ ഇനി എങ്ങനെ തിരിച്ചടിക്കും, ഇനി ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ തിരിച്ചടി, ഇന്ത്യൻ സൈന്യത്തിൻ്റെ നടപടികൾ ഇനി ഏതൊക്കെ രീതിയിലാണ് എന്നത് തന്നെയായിരിക്കും ഈ വാർത്താ സമ്മേളനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, അല്ലേ? ശ്രീനിധി, തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്. കാരണം ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകളിലും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലേക്കും നിരവധിയായിട്ടുള്ള ഡ്രോണുകളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം രാത്രികളിൽ എത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇന്നലെയുണ്ടായതിന് സമാനമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരിക്കണം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വിലയിരുത്താനാകുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസം സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയത് 300-ലധികം വരുന്ന ഡ്രോണുകൾ ഇന്ത്യ നിർവീര്യമാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രി ആരംഭിച്ചിട്ടുള്ള ഈ ഡ്രോൺ ആക്രമണങ്ങളിലെ ഒരു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ജമ്മു കാശ്മീരിൽ മാത്രം 15 ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പഞ്ചാബിലും ഹരിയാന മേഖലകളിലും 20 ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൻ്റെ അതിർത്തി മേഖലയായിട്ടുള്ള പത്താൻകോട്ടിൽ 20 മേഖലകളിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ എണ്ണം അല്ലെങ്കിൽ കൂടുതൽ മേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഇന്ത്യ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഇന്ത്യൻ സേന മുന്നോട്ട് വരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക രാജ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതായത് എന്താണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നടപടി എന്നതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം ഉണ്ടാകും. അതോടൊപ്പം ഈ ലാഹോറിലും പെഷാവറിലും കറാച്ചിയിലും ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട് എന്നുള്ള ചില മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകും. എന്തായാലും പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഇന്ത്യ കൈക്കൊണ്ടിട്ടുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്ന് പുലർച്ചയോട് കൂടി